ആശാവർക്കർമാർ മാത്രമല്ല, സമരത്തിൻ്റെ പോരാട്ട ഭൂമിയിലേക്ക് ഒരു പുതിയ സംഘം കൂടി ഇന്ന് എത്തുന്നുണ്ട്. വേതന വർധനയുൾപ്പെടെ ആവശ്യപ്പെട്ട് അംഗൻവാടി ജീവനക്കാരും ഇന്നു മുതൽ പ്രതിഷേധത്തിലേക്ക് പോവുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. എന്നാൽ സമരത്തെ നേരിടാൻ സർക്കാർ ഒരുങ്ങുന്നു. സമരം ചെയ്താൽ നടപടിയെടുക്കുമെന്ന് വനിതാ ശിശു വികസന ഡയറക്ടറുടെ ഉത്തരവുണ്ട്. സമരത്തിനിറങ്ങുന്നവർക്ക് ഓണറേറിയം നൽകില്ലെന്നാണ് ഉത്തരവ്. സമരത്തിന്റെ പേരിൽ അംഗൻവാടികൾ അടച്ചിടരുതെന്നും കുട്ടികളുടെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം നിഷേധിച്ചാൽ കർശന നടപടിയാണെന്നും ഉത്തരവിൽ പറയുന്നു. ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചിരിക്കുന്നു. റിനു സീതാർ ചേരുന്നതിന് കൂടുതൽ വിവരങ്ങളുമായി. റിനു, ഗുഡ് മോർണിംഗ്. റിനു, ആശാവർക്കർമാരുടെ സമരം പോലെയല്ല സർക്കാർ അംഗൻവാടി സമരത്തെയും വളരെ ആശങ്കയോടുകൂടി തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ തുടക്കത്തിലേ നുള്ളാൻ വേണ്ടിയുള്ള ശ്രമമാണോ ഈ ഉത്തരവിലെ കർശനമായിട്ടുള്ള കാര്യങ്ങൾ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. എന്തായാലും ആശാവർക്കർമാരുടെ സമരം സർക്കാരിന് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചു. തൊട്ടു പിന്നാലെ അംഗനവാടി ജീവനക്കാരും സമരത്തിലേക്ക് വരുന്നു. ഇന്നിപ്പോൾ 11 മണിക്ക് പ്രതിപക്ഷ നേതാവ് അംഗനവാടി ജീവനക്കാരുടെ രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്യുമെന്നുള്ളതാണ്. നേരത്തെ ഈ സമരം അറിയിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രിക്കും ധനമന്ത്രിക്കും ഇവർ നോട്ടീസ് നൽകുകയും ആരോഗ്യവകുപ്പ് മന്ത്രി ഈ സംഘടനയുമായി ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ ഒരു രീതിയിലും ഈ വേതന വർധനവ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത നിലപാടാണ് തുടർന്നാണ് രാപ്പകൽ സമരം പ്രഖ്യാപിച്ചത്. ഇന്നിപ്പോൾ ആ സമരം ആശാവർക്കർമാരുടെ സമരത്തിന് തൊട്ടപ്പുറത്ത് ആരംഭിക്കുന്ന സാഹചര്യം. ഇതിനിടെയാണ് വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഒരു കാരണവശാലും ഈ സമരം അംഗീകരിക്കാൻ കഴിയില്ല. സമരത്തിന് ഇറങ്ങുന്നവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കും. ഇവരുടെ ഹോണറേറിയം ഒരു തരത്തിലും നൽകുവാൻ കഴിയില്ല, നൽകരുത് എന്നുള്ള കാര്യം ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. ഒപ്പം ഈ ഫുഡ് ഉൾപ്പെടെ, അതായത് ന്യൂട്രീഷൻ ഫുഡ് ഉൾപ്പെടെ ഗർഭിണികൾക്കും കുട്ടികൾക്കും വിതരണം ചെയ്യുന്ന ചുമതല അംഗനവാടി ജീവനക്കാർക്കാണ്. അത് മുടങ്ങരുത്. അതുകൊണ്ട് തന്നെ അംഗനവാടി ഒരു കാരണവശാലും അടച്ചിടരുത് എന്നുള്ളൊരു നിർദ്ദേശവുമുണ്ട്. മറ്റൊന്ന്, കുട്ടികളുടെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം ഭരണഘടനയിലെ ആർട്ടിക്കിൾ 45 വകുപ്പ് അനുസരിച്ചാണ്. പക്ഷേ അത് മുടങ്ങിക്കഴിഞ്ഞാൽ കർശനമായിട്ടുള്ള നടപടി അല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കും എന്നുള്ള കാര്യം കൂടി ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടർ TVക്ക് ലഭിക്കുകയും ചെയ്തു. എന്തായാലും ആശാവർക്കർമാരുടെ സമരത്തെ പോലെ തന്നെ അംഗനവാടി ജീവനക്കാരുടെ സമരവും പൊളിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ സമരത്തെ ഭയക്കുന്നു സർക്കാർ എന്നുള്ളത് തന്നെയാണ്. പക്ഷേ സർക്കാരിന്റെ നടപടിയെല്ലാം മറികടന്ന് ആശാവർക്കർമാരെ പോലെ തന്നെ അംഗൻവാടി ജീവനക്കാരും അതിശക്തമായിട്ടുള്ള സമരത്തിലേക്ക് പോകുന്നു. ഇന്നിപ്പോൾ 11 മണിക്ക് പ്രതിപക്ഷ നേതാവ് ഈ സമരം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. അരുൺകുമാർ ാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നിപ്പോൾ ആശാവർക്കർമാരുടെ സമരത്തോടൊപ്പം തന്നെ അംഗൻവാടി ജീവനക്കാരും സമരത്തിനെത്തുന്നു എന്നുള്ളതാണ്. ഇനി പാചക തൊഴിലാളികളുണ്ട്, അതായത് സ്കൂൾ പാചക തൊഴിലാളികളുണ്ട്. അവരുടെയും കാര്യത്തിൽ പ്രതിഫലം വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുള്ളൊരു പരാതി അവർക്കുമുണ്ട്. അപ്പോൾ അംഗൻവാടി ടീച്ചർമാർ, ആശാവർക്കർമാർ, ഇനി സ്കൂൾ പാചക തൊഴിലാളികളായിട്ടുള്ള ആളുകൾ, ക്ഷേമനിധി ബോർഡിലെ ആളുകൾ, ഇവരെല്ലാവരും സമരത്തിനിറങ്ങുകയാണെങ്കിൽ സർക്കാർ കുറച്ച് ബുദ്ധിമുട്ടും എന്നുള്ളതാണ്. പക്ഷേ സർക്കാർ പറയുന്നത് സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി, കേന്ദ്രത്തിൻ്റെ വിഹിതം കിട്ടിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ പറയുന്നതെങ്കിലും ഇതൊന്നും സാധാരണക്കാരായ മനുഷ്യരുടെ വീട്ടിൽ കഞ്ഞി പുകയാനുള്ള കാരണങ്ങളല്ലല്ലോ. കഞ്ഞി പുകയണമെങ്കിൽ വിറക് അടുപ്പ് കത്തി അരി വേവണമെങ്കിൽ അവിടെ ചോറ് വേവണമെന്നുണ്ടെങ്കിൽ അരി തന്നെ വേണം എന്നുള്ളതാണ്. അരി വാങ്ങാൻ കാശ് വേണം എന്നുള്ളതാണ്.